ഹായ് ഫ്രണ്ട്സ്, ഇക്കൊല്ലം വ്യത്യസ്തവും ഏറെ മനോഹരവുമായ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 4 അടിയോളം നീളമുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വെറും 250 രൂപ മാത്രമാണ് ചിലവായത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ ചെലവ് കുറഞ്ഞതുമായ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ചെത്തിച്ചീമ്പിയ 4 കൊള്ളിത്തണ്ടുകളാണ്. ഒരേ നീളത്തിൽ മുറിച്ചെടുത്ത 4 കപ്പത്തണ്ടുകളെ ഒരു പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിച്ച് നല്ല മുറുക്കി വലിച്ചു കെട്ടണം. ഇപ്പോൾ നല്ല ബലത്തിൽ കെട്ടിയില്ലെങ്കിൽ പിന്നീട് അത് ലൂസാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടണം. ഞാൻ ഇതിനായി ഉണങ്ങിയ കപ്പത്തണ്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഭാരമില്ല. അതിനുശേഷം കപ്പത്തണ്ടിനെ സ്റ്റഡിയായി നിർത്തി എല്ലാം ഒരേ ലെവൽ അല്ലേ എന്ന് നോക്കണം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്കായി ഒരു പാത്രം വെച്ച് കൊടുക്കണം. അതൊരു കലമോ ബക്കറ്റോ എന്തു വേണമെങ്കിലും ആവാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ട്രീ ചെറുതായതുകൊണ്ട് ഞാൻ ചെറിയ കലമാണ് എടുത്തിരിക്കുന്നത്. വലിയ ട്രീ ഉണ്ടാക്കുന്നവർക്ക് വലിയ പാത്രം വയ്ക്കാവുന്നതാണ്. ട്രീയുടെ വലുപ്പത്തിനനുസരിച്ച് പാത്രത്തിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ആവശ്യമെങ്കിൽ പാത്രത്തിന് ബലത്തിനായി വെയിറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ട്രീ സിറ്റ് ഔട്ടിൽ വെക്കുമ്പോൾ കാറ്റ് പിടിക്കുകയോ അതേപോലെ തട്ടിമറിഞ്ഞ് വീഴുകയോ ചെയ്യുകയില്ല. പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് ഇതേപോലെ കലത്തിലും കമ്പയിലുമായി വലിച്ചു മുറുക്കി നന്നായി വലിച്ചു കെട്ടണം. കാലുകൾ അകന്നു പോകാതിരിക്കാനും അതേപോലെ ഒരേ ലെവലിൽ നിൽക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വള്ളി കെട്ടിയതിന് ശേഷം നമുക്ക് ഇതിനെ പ്ലാസ്റ്റിക് മാല കൊണ്ട് ഡെക്കറേഷൻ ചെയ്യണം. ഇതിനായി പൂമാലയുടെ തുമ്പത്ത് റബ്ബർ ബാൻഡ് ചുറ്റിയതിന് ശേഷം കമ്പിലേക്ക് ചുറ്റേണ്ടതാണ്. അതിനുശേഷം പൂമാലയെ കമ്പിൽ ചുറ്റുമ്പോൾ അത്യാവശ്യം വലിച്ചു ചുറ്റുക. 6 അടിയോളം നീളം വരുന്ന 5 മാലകളാണ് ഞാൻ ഇതിനായി എടുത്തിരിക്കുന്നത്. 40 രൂപയാണ് ഒരു മാലയുടെ വില. അങ്ങനെ 5 മാല ഉപയോഗിച്ചിരിക്കുന്നു. മാല വാങ്ങിച്ചപ്പോൾ എല്ലാം ഒരേ കളർ വാങ്ങാതെ വ്യത്യസ്തമായ 3 കളറുകൾ വാങ്ങി. ഈ മാല എനിക്ക് വളരെ ഇഷ്ടമായി. പച്ചയും തുമ്പത്ത് വെള്ളയും നല്ല ക്യൂട്ടായിട്ടുള്ള കളറായിരുന്നു. അതിന് മുകളിലായി പച്ചയും ബ്ലാക്കുമായിട്ടുള്ള മാല ചുറ്റി. എല്ലാം ചുറ്റി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുമ്പിലായിട്ട് ഒരു സ്റ്റാറും വെച്ച് കൊടുത്തോട്ടാ. മുകളിലായിട്ട് ഞാൻ വെള്ളമാല ചുറ്റിട്ടാ. അങ്ങനെ 3 നിറത്തിലുള്ള മാലയായി. അതിനുശേഷം സീരിയൽ ലൈറ്റ് കൊണ്ട് ഒന്ന് അലങ്കരിക്കാമെന്ന് വിചാരിച്ചു. ഇതിനായി പുതിയ മോഡൽ സീരിയൽ ലൈറ്റ് തന്നെ ഞാൻ വാങ്ങി. ഇതിൽ ഒരു സെറ്റ് മാല ബൾബ് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം അകലത്തിലാണ് മാല ചുറ്റിയത്. ഇതിനായി നക്ഷത്രത്തിൻ്റെ ആകൃതിയിലുള്ള മാല ബൾബാണ് ഞാൻ വാങ്ങിയത്. അങ്ങനെ ട്രീയുടെ മുകളറ്റം വരെ മാല ചുറ്റി. ട്രീയെ കുറച്ചും കൂടി മനോഹരമാക്കാനായിട്ട് കടയിൽ നിന്നും കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസുകൾ കൂടി വാങ്ങി. ഇതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ട്രീക്ക് ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും. സീരിയൽ ലൈറ്റിലെ ബൾബുകളിൽ നക്ഷത്രത്തിൻ്റെ കാല് ഉള്ളതിനാൽ ഇത് തൂക്കിയിടാൻ വളരെ എളുപ്പമായിരുന്നു. വ്യത്യസ്തങ്ങളായ ഡെക്കറേഷനുകളാണ് ഞാൻ വാങ്ങിയത്. ചെണ്ട, ബോള്, പല കളറുള്ള ബോള്, ക്രിസ്മസ് പാപ്പ, അങ്ങനെ ഒരുപാട് വെറൈറ്റിയിലുള്ള ഡെക്കറേഷനുകൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങി. എല്ലാവരും ട്രീ വെറും നിലത്തല്ല വെക്കണേ. ഇത് ഒഴിവാക്കാനായിട്ട് ഒരു ഐഡിയ കണ്ടുപിടിച്ചു. ഇത് ഹോം തിയേറ്ററിൻ്റെ തെർമോക്കോളാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ കഷ്ണം പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് ട്രീനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണ്ടേ, അതിനായിട്ട് ചെയ്തതാ. എന്തായാലും വെച്ചപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്.
അതിനുശേഷം തെർമോക്കോളിന്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നക്ഷത്രത്തിന്റെ പേപ്പറും അതേപോലെ ഗിൽറ്റ് പേപ്പറുകളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നത് ചെറിയതായിട്ട് വെട്ടി അതിന്റെ ഗ്യാപ്പിലേക്ക് ഇട്ടിട്ട് അതിന്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തു കേട്ടോ. ഇതിനായിട്ട് വേസ്റ്റ് വന്ന എല്ലാ പേപ്പറുകളും ഞാൻ എടുത്തു കേട്ടോ. പേപ്പറുകളെല്ലാം വെട്ടി മിക്സ് ആക്കിയിട്ട് തെർമോക്കോളിന്റെ ഗ്യാപ്പെല്ലാം നന്നായി ഫില്ല് ചെയ്തിട്ടാ. ഗ്യാപ്പ് ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ ആ 3Dയും തെർമോക്കോളിന്റെ ഇടയിൽ നല്ല രീതിയിൽ അങ്ങോട്ട് പേപ്പറുകളൊക്കെ നിറച്ചു കൊടുത്തുട്ടാ. ഫിനിഷിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞ് ലൈറ്റ് കത്തിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്കും ഇത് നിർമ്മിക്കാട്ടോ. അപ്പം നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.